ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2012 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. ഞാനതിൻ്റെ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഒക്കെ പ്ലേലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായും വരുന്ന തിയറികൾ, വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ കോറാണ്, അന്തസത്തയാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ, ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും റീപേ ചെയ്യേണ്ടതുണ്ട്. ആ റീപേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും കമ്പനിക്ക് 30 വർഷത്തിൽ കൂടുതൽ ഒരു നിലക്കും പോകാൻ പറ്റില്ല. അത് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ്. മറ്റ് കമ്പനികൾക്കാണെങ്കിൽ 10, 20 ഇങ്ങനെയുള്ള വർഷങ്ങളുടെ കാലാവധികൾ കൃത്യമായിട്ടുണ്ട്. ആ വർഷത്തിനുള്ളിൽ അത് നിർബന്ധമായിട്ടും റീപേ ചെയ്തിരിക്കണം. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഗിവിങ് ബാക്ക് അല്ലെങ്കിൽ റീപേ ദ ക്യാപിറ്റൽ ടു ഇറ്റ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി അതിൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ എമൗണ്ട് റീപേ ചെയ്യുന്നതിനാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ഒക്കെ പ്രിഫറൻസ് ഷെയറുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപേയ്മെൻറ്റ് എന്ന് റിഡംഷൻ എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ക്ലാസ്സിൽ, ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ ആദ്യ ക്ലാസ്സിൽ, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ ഞാനതിനൊന്ന് പരിചയപ്പെടുത്തി പോവാം. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഒരു പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് എന്ത് ചെയ്തില്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, കമ്പനിക്ക് എന്താണ് ലോസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ കമ്പനി ഒരിക്കലും അതിൻ്റെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കില്ല. രണ്ടാമത്തെ വർഷവും കമ്പനി ലോസായി എന്ന് കരുതുക. ലോസ് ആണെങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയില്ല, ഡിക്ലെയർ ചെയ്യില്ല. മൂന്നാമത്തെ വർഷം കമ്പനിക്ക് പ്രോഫിറ്റ് വന്നു. അപ്പോൾ ആ വർഷം കമ്പനി എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. അത് പഴയ ഡിവിഡൻഡ് കൊടുക്കുമോ? പഴയ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ്. അതായത് പഴയ ഡിവിഡൻഡും കൂടെ കിട്ടാൻ അർഹതയുള്ള ഒരു തരം ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, സഞ്ചിത മുൻഗണന ഓഹരി എന്നൊക്കെ രീതിയിൽ നമുക്ക് മലയാളത്തിൽ എന്ത് ചെയ്യാം പറയാൻ പറ്റും. അതായത് ഇതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോകും ഈ കിട്ടാത്ത അൺപെയ്ഡ് ഡിവിഡൻഡ്. അതാണ്. അപ്പോൾ അൺപെയ്ഡ് ഡിവിഡൻഡ് ഫ്രം ഇയേഴ്സ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്, അരിയർ ഡിവിഡൻഡുകൾ ഏത് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റുള്ള ഇയറുകളിലുള്ള ഫ്രം ഇയേഴ്സ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റുള്ള കമ്പനികളുടെ കാലങ്ങളിലെ ഇയറുകളിലെ അൺപെയ്ഡ് ഡിവിഡൻഡ് ആർ ക്യാരി ഫോർവേഡ് ചെയ്യും and must be paid in future years. ഫ്യൂച്ചർ ഇയേഴ്സിൽ എന്ത് ചെയ്യും, തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. ബിഫോർ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ക്യുമുലേറ്റീവായ പ്രിഫറൻസ് ഷെയർ ആണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കൊതുക് വായൻ്റെ ഉള്ളിൽ കയറി, അതാണ് ഒന്ന് ടൈം എടുത്തു പോയത്. ആദ്യമായിട്ടാണ് കൊതുക്, വേറെ പലതും കയറാറുണ്ട്, ആദ്യമായിട്ടാണ് കൊതുക് കയറുന്നത്. ഓക്കെ, അതാണ് കുറച്ച് ടൈം എടുത്തത്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യൂല. വൺസ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വർഷത്തെ ഡിവിഡൻഡ് നമുക്ക് കിട്ടൂല, അത് കിട്ടാനുള്ള റൈറ്റ് നഷ്ടപ്പെട്ടു. ഇങ്ങനത്താണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ഇനി കൺവേർട്ടബിലിറ്റി
കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, കൺവേർട്ട് ചെയ്യുക അല്ലേ. ചില റെഫ്രിജറേറ്റർ കേട്ടില്ല നിങ്ങൾ, അത് ഫ്രീസറിനെ കൂളറായിട്ടും കൂളറിനെ ഫ്രീസറായിട്ടും കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറയും 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കും ആണെങ്കിൽ ഈ മുഴുവൻ പ്രിഫറൻസ് ഷെയറിനും ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ 50% ഷെയറിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താക്കുക, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. അങ്ങനെ ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ഇങ്ങനെ മാറ്റാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയറിനാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. പക്ഷേ ഇതിനെന്തുണ്ട്, ഒരു പ്രീ ഡിറ്റർമിൻഡ് റേഷ്യോ ആൻഡ് ടൈം ഉണ്ട്. അതായത് ഇതിൻ്റെ ചിലപ്പോൾ 100% അല്ലെങ്കിൽ ഇതിൽ 50% 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന് നോൺ കൺവേർട്ടബിൾ എന്ന് പറയും. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി റിഡംഷൻ, റെഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചു കൊടുക്കുന്ന, റീപേ ചെയ്യുന്നതിനാണ് റെഡീമബിൾ എന്ന് പറയുക. പക്ഷേ ഇന്ത്യയിലെ പുതിയ കമ്പനീസ് ആക്ട് ഒക്കെ പ്രകാരം ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അപ്പം റീപേ ചെയ്യുന്ന, ഒബ്ലിഗേഷൻ ടു റീപേ ദ ക്യാപിറ്റൽ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പിരിച്ച് വിടാം എന്നുള്ളതാണ്. ഇറഡീമബിളോ, ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ ദീസ് കനോട്ട് ബി റെഡീംഡ് ഡ്യൂറിങ് കമ്പനീസ് ലൈഫ്, കമ്പനീൻ്റെ ലൈഫിൽ ഇത് റീപേ ചെയ്യൂല, അങ്ങനത്തതാണ്. കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് സർപ്ലസ്, അതായത് ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സർപ്ലസ്, സർപ്ലസിൽ പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് ഷെയറിനെ നമ്മൾ ചെയ്യുമ്പം പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീനെ വൈൻഡിങ് അപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം പിരിച്ചുവിടും. അങ്ങനെ പിരിച്ചുവിടുമ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണോ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ആ ഡിവിഡൻറ്റും അതേപോലെ തന്നെ അവരുടെ ഷെയറും എന്ത് ചെയ്താൽ മതി, പിരിച്ചുവിട്ടാൽ നോർമലി അത് മാത്രം കൊടുത്ത് പിരിച്ചുവിടുകയാണെങ്കിൽ ഇതിനെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. എന്നാൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനി ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റും അതേപോലെ തന്നെ കമ്പനീൻ്റെ പഴയ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഒരു വിഹിതം കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ ഇവർക്ക് അർഹത ഉണ്ടെങ്കിൽ അവരെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഹോൾഡേഴ്സ് റിസീവ് എ ഫിക്സഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള പ്രിഫറൻസ് ഡിവിഡൻറ്റ് കിട്ടും, പ്ലസ് എ ഷെയർ ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. പഴയ വർഷങ്ങളിലുള്ള കമ്പനി വൈൻഡിങ് അപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സർപ്ലസ് അസറ്റിലും എന്ത് കിട്ടും, അവർക്ക് അവകാശം കിട്ടും. എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂടെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ വിഹിതം കിട്ടാൻ അർഹത ഉള്ളതിനാണ്, കിട്ടാത്തതിനെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പറയും. ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് റിഡംഷൻ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ. മുൻ വർഷങ്ങളിൽ 10 മാർക്കിന് എസ് എ ചോദിച്ചതാണ്. ഇപ്പോൾ 10 മാർക്കിന് എസ് എ തിയറി പ്രതീക്ഷിക്കരുത്, കാരണം ആകെ 2 ക്വസ്റ്റ്യന് എസ് എയിലുള്ളൂ. എന്നിരുന്നാലും 6 മാർക്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കണ്ടീഷൻസ് എന്താണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ റിക്വയർമെൻറ്റ്, അതായത് നമ്മൾ റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെയർ മസ്റ്റ് ബി എന്തായിരിക്കണം, ഫുള്ളി പെയ്ഡ് ആവണം. അതായത് 10 രൂപൻ്റെ ഷെയർ 10 രൂപ തന്നെ കിട്ടിയിരിക്കണം. ഇൻ കേസ് 10 രൂപൻ്റെ ഷെയർ 8 ഇതുവരെ കോൾ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ബാലൻസ് 2 ഫൈനൽ കോൾ വിളിച്ച് അത് 10 രൂപ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എ ഫണ്ടമെൻ്റൽ കണ്ടീഷൻ ഈസ് ദാറ്റ് നോ പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി റെഡീംഡ് അൺലെസ് ഇറ്റ് ഈസ് ഫുള്ളി പെയ്ഡ് അപ്പ്. ഇത് ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റൂല, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ പറ്റില്ല. ഇത് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഏറ്റവും അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ. ഇഫ് എനി ഷെയർ ഈസ് പാർട്ട്ലി പെയ്ഡ്, ഇനി പാർട്ട്ലി പെയ്ഡ് അപ്പം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് മേക്ക് എ ഫൈനൽ കോൾ ആൻഡ് കൺവേർട്ട് ഇൻ ടു ഫുള്ളി പെയ്ഡ്. ഫൈനൽ കോൾ വിളിച്ചിട്ട് ഫുള്ളി പെയ്ഡ് ആക്കുക, എന്നിട്ട് റിഡംഷൻ പ്രൊസീഡ്സ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ദിസ് എൻഷുർ ദാറ്റ് ദ എൻറ്റയർ നോമിനൽ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഈസ് ഡെൽറ്റ് വിത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എൻറ്റയർ ഫൈനൽ നോമിനൽ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി ഈ റിഡംഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഫണ്ട് വേണ്ടേ, അതായത് 10 ലക്ഷം രൂപ ആൾക്കാരെ പിരിച്ചു വിടണമെങ്കിൽ എങ്ങനെ ഫണ്ട് കിട്ടും? ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡിവിഡൻറ്റിന് അവൈലബിൾ ആയ പ്രോഫിറ്റുകളും റിസർവുകളും ഉണ്ടാവും. പ്രോഫിറ്റോ റിസർവ്, എല്ലാ പ്രോഫിറ്റും പറ്റൂല, കുറച്ച് പ്രോഫിറ്റുകൾ. അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ് പറ്റൂല എന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പോലത്തെ ഫണ്ടുകൾ പറ്റൂല. ഓക്കെ. സെക്യൂരിറ്റി പ്രീമിയം ഒന്നും പറ്റൂല. ഇനി അടുത്തത് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ. പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ
എന്ന് പറയുന്നത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക. കമ്പനിക്ക് 20 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൽ നിർബന്ധമല്ലേ? അപ്പോഴും കമ്പനി എന്ത് ചെയ്തിട്ടില്ല, റെഡി ആയിട്ടില്ല, കമ്പനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അത് പുതിയ ഇഷ്യൂ ചെയ്യും, പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇവിടെയാണ് ആരോ ഒരാൾ കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ, എന്തിനാണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യണതെന്ന്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ മുമ്പത്തെ തിയറി പാർട്ടിൽ പറഞ്ഞതാണ്. എന്തിനാണ് പഴയ ആൾക്കാരെ പിരിച്ചുവിടണമെങ്കിൽ കമ്പനിക്ക് ഫണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പുതിയ ഇക്വിറ്റി ഷെയറോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടേ പറ്റുള്ളൂ. പക്ഷേ കമ്പനീസ് ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താണ്ട് പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റൂല, പിരിച്ചുവിടാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ പറ്റൂല, ഡിബഞ്ചർ പറ്റൂല. അതാണ് നോർമലി ഇക്വിറ്റി ഷെയർ തന്നെ ആവുന്നത് കേട്ടോ. ഇനി എന്താണ് പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി CRRലേക്ക് മാറ്റണം. അതായത് പ്രോഫിറ്റിൻ്റെ വിഹിതം എടുത്തിട്ടാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണോ റെഡീം ചെയ്യാൻ പോകുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ, ആ എമൗണ്ടിന് ഈക്വലായ എമൗണ്ട് പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്യണം, CRRലേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക്. ഈ CRR ഫണ്ട് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് പ്രോഫിറ്റ് കമ്പനീൻ്റെ അടുത്ത് 1 ലക്ഷം ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പനി എന്ത് ചെയ്യാണ്, ഈ ഒരു 80,000 രൂപൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ പിരിച്ചുവിടുകയാണ്, പ്രിഫറൻസ് ഷെയർ പിരിച്ചുവിടുകയാണ്. അങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഈ പ്രോഫിറ്റ് നിർത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 80,000 ആണ് ഫേസ് വാല്യൂ എന്നുണ്ടെങ്കിൽ ആ ഫേസ് വാല്യൂവിന് ഈക്വലായ എമൗണ്ട് CRRലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാറ്റണം. അങ്ങനെ മാറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു CRR എന്ന് പറഞ്ഞിട്ട് ഈ 80,000 മാറ്റി വെക്കണം. ഇനി ഇത് 80,000ൻ്റെ ഷെയറാണ്, പക്ഷെ അത് 90,000-നാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 10,000 രൂപ പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മാറ്റി വെക്കണം, അപ്പോഴും 80,000 മാറ്റി വെച്ചാൽ മതി. ഫേസ് വാല്യൂ ആണ് മാറ്റി വെക്കേണ്ടത് കേട്ടോ, അല്ലാതെ പ്രീമിയം അല്ല. അതാണ് പറഞ്ഞത്, if redemption is financed out of profit available for dividend an amount equal to the face value, അതാണ് 80,000 എന്ന് പറഞ്ഞാൽ. 90,000-ന് കൊടുക്കുന്നുണ്ടെങ്കിലും 80,000 എന്ത് ചെയ്താൽ മതി. ഇത് എന്താണ്, പ്രീമിയം എമൗണ്ടിന് CRRലേക്ക് മാറ്റേണ്ട. of the shares redeemed must be compulsory transferred to CRR, capital redemption reserve. ഓക്കെ, ഇനി പർപ്പസ് CR എന്തിനാണെന്ന് ഉള്ള ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. കമ്പനി ഇതൊക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഈ എമൗണ്ട് എടുത്തിട്ട് കമ്പനി എന്ത് വീതിക്കാതിരിക്കാനാണ്, ഡിവിഡൻ്റൊക്കെ ആയിട്ട് വീതിക്കാതിരിക്കാനാണ്. ഇനി പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള. പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ എങ്ങോട്ട് മാറ്റണം, പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞു 80,000 രൂപക്ക് പകരം 90,000 കൊടുക്കുന്നില്ല. അപ്പോൾ അഡീഷണലി ഉള്ള 10,000 എന്ത് ചെയ്യണം, ഇങ്ങനൊരു അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് മാറ്റാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം. പക്ഷേ വീണ്ടും ശ്രദ്ധിക്കുക, IND-AS ഫോളോ ചെയ്യുന്ന കൺവേർജ്ഡ് IFRS ആയിട്ടുള്ള IND-AS ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർക്ക് ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമേ പറ്റുള്ളൂ. മെയിനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടേ പറ്റുള്ളൂ. എന്നാൽ IND-AS ഫോളോ ചെയ്യാത്ത, അതായത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കൺവേർജ്ഡ് വേർഷനായി IND-AS ഫോളോ ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റും അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോഫിറ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ പ്രീമിയം എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ IND-AS ഫോളോ ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലം ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. കാരണം എല്ലാ കമ്പനികളും IND-AS ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള അസംഷനിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൻ്റെ റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഏത് പർപ്പസിനും അത് ഉപയോഗിക്കാൻ പറ്റൂല. ഇനി ഇതൊക്കെ പറഞ്ഞു, ഇത് എല്ലാ റിഡംഷൻ പ്രൊസീജിയറും കഴിഞ്ഞാൽ ദ കമ്പനി മസ്റ്റ് ഫയൽ എ റിട്ടേൺ ഓഫ് റിഡംഷൻ്റെ മുഴുവൻ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു ഫയൽ ആർക്ക് കൊടുക്കണം, വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC കൊടുക്കണം. എത്രയാണ്, വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിഡംഷൻ കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ. അതിൻ്റെ ഫോമൊക്കെ പറയുന്നുണ്ട്, ആ ഫോം ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി CRR എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവാണ്, ക്രിയേറ്റഡ്
ഔട്ട് ഓഫ് എ കമ്പനീസ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്, കമ്പനീൻ്റെ ഡിവിഡൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എന്നാണ് ചെയ്യുക. എപ്പോഴത് ചെയ്യാം? വെൻ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് എന്ന് വേദിക്കുന്ന സമയത്ത്. ഓക്കെ അല്ലേ? അതാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് അധികം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ദ ലോ മാൻഡേറ്റ് ദാറ്റ് എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ റെഡീംഡ് യൂസിങ് എന്ത് ചെയ്യണം? CRRലേക്ക് മാറ്റണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ CRR ഇനി ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ഇത് വേണമെന്നില്ല. ഈ പോയിന്റും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഫേസ് വാല്യൂവിന് ഈക്വലായ എമൗണ്ട് എന്ത് ചെയ്യണം? CRRക്ക് മാറ്റണം. ഇനി ഇത് എന്തിനു ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പല ആളുകളും നമ്മൾ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നു. ഡിപ്പെൻഡ് എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയല്ല കേട്ടോ. അതായത് പുതിയ സിലബസ് ആയതുകൊണ്ട് പല ആൾക്കാർക്കും ഇത് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് പറയുന്നതെന്ന് പലപ്പോഴും പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യാനും കഴിയുന്നില്ല. ചില ആളുകൾ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്, നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടല്ല, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. എന്നാലും ഈ പ്രോബ്ലംസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യമുള്ള പ്രോബ്ലം ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ലൈവ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻ്റെ കോളേജിലെ കുട്ടിക്ക്. ക്രിസ്ത്യൻ വാലി കോളേജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്സ് ഈ 2-3 ചാപ്റ്റർ ഇപ്പോൾ കഴിഞ്ഞു. ബാക്കി 4 ചാപ്റ്റർ അടുത്ത ദിവസങ്ങളായി ചെയ്യും. അത് ഞാൻ സൂം മീറ്റിങ്ങിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആക്കാൻ നോക്കാം. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ചാപ്റ്റർ കയറി വന്ന 2 മണിക്കൂർ ഡിസ്കഷനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളത്. നിങ്ങൾ ക്ഷമിക്കുക. എല്ലാം കൂടെ എനിക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ.